ഹലോ ഗുട്ടൻ ടാഗ് വെൽക്കം ഓഫ് മൈനം കനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമ്മൻ ഇൻ മലയാളം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫെക്റ്റ് ഫോം അഥവാ പാർട്ടിസിപ്സ് വൈ ആണ് നോക്കിയത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സൈനും ഹാബനും രണ്ട് ഹെൽപ്പിംഗ് വെർബുണ്ട്. അത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇന്ന് അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തേത് കാണുക. റെഗുലർ വെർബ്. അപ്പോൾ റെഗുലർ വെർബിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ മഹൻ. ഇപ്പോൾ നമ്മളൊരു വെർബ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ജി ഇ ആഡ് ചെയ്യണം. പ്ലസ് റൂട്ട് പ്ലസ് ടി ഓർ ഇ ടി അതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യും. ആദ്യത്തെ വെർബ് മഹൻ. മഹൻ മീൻസ് ടു ഡു. അപ്പോൾ ഈ വെർബിൻ്റെ ലാസ്റ്റത്തെ ഇ എൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ടി അല്ലെങ്കിൽ ഇ ടി ആഡ് ചെയ്യും. അപ്പോൾ ഇ ടി ആഡ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിപ്പം റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ എച്ചിന് ശേഷം ഡി അല്ലെങ്കിൽ ടി എന്നീ ലെറ്ററാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ഇ ടി ആഡ് ചെയ്തേനെ. ഇപ്പോൾ അങ്ങനെ ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ടി ആയി. അതുപോലെ ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, ജി ഇയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ ഫോമിലാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഹാത്ത്. ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ഹാബനാണ്. അപ്പോൾ ഹാത്ത് ഗമാഹ്റ്റ്. ഓക്കെ. അടുത്തത് വോണൻ മീൻസ് ടു ലിവ്. ഓക്കെ. സോ സെയിം അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ജി ഇ ആഡ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇ എൻ റിമൂവ് ചെയ്തിട്ട് ടി ആഡ് ചെയ്ത് കൊടുത്തു. ഗെവോണ്ട്. ഹാർട്ട് ഗെവോണ്ട്. അടുത്തത് ആർബൈറ്റൻ. ലാസ്റ്റത് ഇ എൻ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ സാധനം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇ എൻ റിമൂവ് ചെയ്തതിന് ശേഷം ഡി അല്ലെങ്കിൽ ടി വരുവാണെങ്കിൽ അവിടെ ഇ ടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആർബൈറ്റഡ്. ഫ്രണ്ടിൽ ജി ആഡ് ചെയ്തു, ലാസ്റ്റ് ഇ ടി. ഹാർട്ട് ഗെയാർബൈറ്റഡ്. അടുത്തത് ഹ്യൂറൻ. സെയിം അതുപോലെ തന്നെ ഗെഹ്യോട്ട്. പിന്നെ ഫ്രാഗൻ. ഹാർട്ട് ഗെഫ്രാഗ്ഡ്. അൻറ്റ്വർട്ടൻ. ഹാർട്ട് ഗെ അൻറ്റ്വർട്ടഡ്. സെയിം നമ്മൾ ഇ ടി ആഡ് ചെയ്ത് കൊടുത്തു. കൗഫൻ ഗെക്കൗഫ്ഡ്. ഐൻ കൗഫൻ ഐൻ ഗെക്കൗഫ്ഡ്. ഇത് ട്രെൻബാർ വെർബാണ്. ജി ഇ ഈസ് ആഡഡ് ബിറ്റ്വീൻ പ്രീഫിക്സ് ആൻഡ് സഫിക്സ് ഫോർ ട്രെൻബാർ വെർബ്സ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ജി ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ട്രെൻബാർ വെർബാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രീഫിക്സിനും സഫിക്സിനും ഇടയിലായിട്ട് ജി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ലാസ്റ്റ് ആസ് യൂഷ്വൽ അതുപോലെ തന്നെ ടി. അപ്പോൾ ഐൻ ഗെക്കൗഫ്ഡ്. ഇനി ഇറഗുലർ വെർബ് നോക്കാം. ഇവിടെ ജി ഇ പ്ലസ് റൂട്ട് പ്ലസ് ഇ എൻ. ഇവിടെ വന്നിരിക്കുന്ന വെർബ് ഫാറൻ മീൻസ് ടു ട്രാവൽ. അപ്ഫാറൻ ടു ഡിപ്പാർട്ട്. കൊമൻ ടു കം. അൺകൊമൻ ടു അറൈവ്. സേയൻ ടു സീ കാണുക. ലേസൻ ടു റീഡ്. അൺറൂഫൻ ടു കോൾ. ഐൻലാഡൻ ടു ഇൻവൈറ്റ്. ഫാറൻ ഈസ്റ്റ് ഹെൽപ്പിംഗ് വെർബ് സൈൻ. അപ്പോൾ ഈസ്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലാറിൻ്റെ രീതിയിലാണ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഈസ്റ്റ് ഗെഫാറൻ. ഇവിടെ നമ്മൾ ഓൾറെഡി അങ്ങനെ പ്രത്യേകിച്ച് റിമൂവ് ചെയ്ത് ആഡ് ചെയ്യേണ്ട അങ്ങനൊരു ഇത് വരുന്നില്ല. കാര്യം ഓൾറെഡി ഇ എൻ തന്നെയാണ് അതിൻ്റെ അവസാനത്തെ ഫോം വന്നിരിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഗെഫാറൻ. അപ്ഫാറൻ ഇത് ട്രെൻബാർ വെർബാണ്. ഓക്കെ. അപ്പം സഫിക്സിനും പ്രീഫിക്സിനും ഇടയിലായിട്ട് ജി ആഡ് ചെയ്ത് കൊടുക്കുക. അപ് ഗെഫാറൻ. കൊമൻ ഈസ്റ്റ് ഗെക്കോമൻ.
Uncommon, ist angekommen. Sehen, hat gesehen. Lesen, hat gelesen. Anrufen, hat angerufen. Einladen, hat eingeladen. Trennbare Verb. No change in the position or state. ഇനി no GE is added if, അതായത് ചില വെർബുകൾ, അതിലൊന്നാമത്തെ കാറ്റഗറി ദ വേർഡ്സ് ആർ എൻഡിങ് വിത്ത് IEREN, അതായത് ആ വെർബിൻ്റെ അവസാനം ഈ ഒരു രീതിയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലിട്ട് നമ്മൾ GE ആഡ് ചെയ്ത് കൊടുക്കില്ല. സ്റ്റുഡിയറൻ, അത് ഹാത്ത് സ്റ്റുഡിയേർഡ്. ലാസ്റ്റ് നമ്മൾ ഈ രീതിയിലല്ലേ ഈ വെർബിൻ്റെ എൻഡിങ് വന്നിരിക്കുന്നത്. പിന്നെ പസിയറൻ, ഈസ്റ്റ് പസിയേർഡ്. ഫോട്ടോഗ്രാഫിയറൻ, ഹാത്ത് ഫോട്ടോഗ്രാഫിയേർഡ്. ഇത് നമ്മൾ എക്സെപ്ഷനാണെന്ന് കഴിഞ്ഞ പേജിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പഠിച്ചു. ഈസ്റ്റ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ടി ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ BEER VER ENT എൻഡ് യൂബർ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റാർട്ടിങ് വരുന്ന വെർബുകൾക്കും നമ്മൾ എന്താണ് GE ആഡ് ചെയ്ത് കൊടുക്കാറില്ല. BE വെച്ചിട്ട് വരുന്നത് ബെസ്റ്റലൻ, ER വെച്ചിട്ട് വരുന്നത് എർക്ലെയറൻ, VER വെച്ചിട്ട് വരുന്നത് ഫെർകൗഫൻ, ENT എൻഷുൾഡിഗൻ, Übernachten, untersuchen, to examine. അപ്പോൾ ഇതിനെല്ലാം ഹെൽപ്പിംഗ് വെർബ് ഹാബനാണ്. ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഗെയൻ മീൻസ് ടു ഗോ. അപ്പം ഇസ്ത് ഗെഗാങ്കൻ, ഇതിന് നമുക്ക് പ്രത്യേകിച്ചൊരു പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. ഗെയൻ ഇസ്ത് ഗെഗാങ്കൻ. എസൻ ഹാർട്ട് ഗെഗേസൻ. ഫിൻഡൻ ഹാർട്ട് ഗെഫുണ്ടൻ. schreiben hat geschrieben. EI ആയിട്ട് മാറി. ഇനി fliegen ist geflogen. helfen hat geholfen. O ആയിട്ട് മാറി ഇവിടെ. sein ist gewesen. sprechen hat gesprochen. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ സെൻറ്റൻസുള്ള എക്സാമ്പിൾസ് കൂടുതൽ ചെയ്ത് പഠിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്